പറന്നുയർന്ന് നിമിഷങ്ങൾക്കകം നിലംപൊത്തിയ മനുഷ്യജീവനുകളുടെ ദുരന്തം അത് അഹമ്മദാബാദ് വിമാനാപകടത്തെ വളരെ ഞെട്ടിപ്പിക്കുന്നതും വേദനിപ്പിക്കുന്നതും ഒക്കെയാക്കി മാറ്റുന്നു. മരണപ്പെട്ടവരോടും അപകടത്തിൽ പരിക്കേറ്റവരോടും ഒക്കെയുള്ള പ്രാർത്ഥനയും ഐക്യദാർഢ്യവും ഒക്കെ അറിയിക്കുകയും ചെയ്യുന്നു. വിമാനം പറന്നു പൊങ്ങി വളരെ കുറഞ്ഞ സമയങ്ങൾക്കകത്താണ് ഇത്തരമൊരു സംഗതി സംഭവിച്ചത്. അതിൻ്റെ തകർന്നു വീണ കെട്ടിടങ്ങളുടെ ദൃശ്യങ്ങളൊക്കെയും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. BDJ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു മെഡിക്കൽ കോളേജിൻ്റെ ക്യാൻറ്റീനിലെ മെസ്സിൻ ഹാളിൻ്റെ പുറത്തേക്കാണ് വിമാനം തകർന്നു വീണത്. യുവ ഡോക്ടർമാരായ നിരവധി വിദ്യാർത്ഥികൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അവരിൽ പലർക്കും പരിക്കേറ്റതായും അതുപോലെ തന്നെ ചിലരൊക്കെ മരണപ്പെട്ടതായും ഒക്കെ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഏതായാലും വിമാനാപകടത്തിൽ വിമാനയാത്രക്കാരുടെ ഇടയിൽ നിന്നും ഇതുവരെ സർവൈവേഴ്സ് ആയവരുടെ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. മലയാളിയായ ഒരു സഹോദരിയും മരിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തായിരിക്കാം വളരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ദുരന്തമുണ്ടായിട്ടുള്ളത്. ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ നിരവധി വിമാന പൈലറ്റുമാരുമായി ക്യാപ്റ്റന്മാരുമായി ഇതിനെക്കുറിച്ച് ആശയവിനിമയം നടത്തുകയുണ്ടായി. എന്തെല്ലാം സാഹചര്യങ്ങളിലാണ് ഇത് ഉണ്ടാകാൻ സാധ്യതയുള്ളത്? ഇതിൻ്റെ വ്യക്തമായ ചിത്രം കിട്ടണമെങ്കിൽ കുറഞ്ഞത് ഒരു 24 മണിക്കൂർ അല്ലെങ്കിൽ 48 മണിക്കൂറൊക്കെ ആയെങ്കിൽ മാത്രമേ ഇതിൻ്റെ ചില വ്യക്തമായ ഉത്തരങ്ങൾ കിട്ടുകയുള്ളൂ. പക്ഷേ പ്രധാനമായും അവരുന്നയിക്കുന്ന 2 കാരണങ്ങളുണ്ട്. ഒന്ന്, വിമാനത്തിൻ്റെ എഞ്ചിനുകളിൽ പക്ഷി ഇടിക്കുന്നതാണ്. നമുക്കറിയാവുന്നതുപോലെ യാത്രാ വിമാനത്തിന് 2 എഞ്ചിനുകളുണ്ട്. ഒരു പക്ഷി ഒരു എഞ്ചിനിലിടിച്ച് എന്തെങ്കിലും തകരാറ് സംഭവിച്ചാലും അടുത്ത എഞ്ചിൻ പ്രവർത്തനക്ഷമമാക്കി കുറഞ്ഞ പക്ഷം തിരിച്ച് ലാൻഡ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാനെങ്കിലും കഴിയും. എന്നാൽ 2 എഞ്ചിനിലും ഒരുപോലെ പക്ഷി ഇടിക്കുക എന്ന് പറയുന്ന വളരെ അത്യാപൂർവമായ സംഭവം ഉണ്ടാകാറുണ്ട്. ഏതാനും നാളുകൾക്ക് മുമ്പ് അമേരിക്കയിലുണ്ടായ ഒരു വിമാന ദുരന്തം ഇതുപോലെ തന്നെ ഈ പക്ഷികൾ ഇടിച്ചതായിരുന്നു. അഹമ്മദാബാദിൽ പക്ഷികളുടെ സാന്നിധ്യമുണ്ട്. എയർപോർട്ട് അതോറിറ്റിയൊക്കെ അതിൻ്റെ ചില സൂചനകൾ വെച്ച് സംസാരിക്കുന്നുമുണ്ട്. അതൊരു കാരണം. രണ്ടാമത്തെ മറ്റൊരു ടെക്നിക്കൽ റീസൺ ഇതിൽ പറയുന്നുണ്ട് പലരും. ആ ടെക്നിക്കൽ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഒരു വിമാനം ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ഇമ്മീഡിയറ്റായി റിട്രാക്റ്റ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ വിഡ്രോ ചെയ്യപ്പെടുന്നത് ലാൻഡിംഗ് ഗിയറാണ്. ആ ലാൻഡിംഗ് ഗിയർ എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ ഈ റൺവേയിലൂടെ ഓടി കറങ്ങിപ്പോകുന്ന അതിൻ്റെ ആ ടയർ അടക്കമുള്ള ആ ലാൻഡിംഗ് ഗിയർ ആദ്യം റിട്രാക്റ്റ് ചെയ്യും. അത് റിട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നീട് ആ വിമാനം ഒരു മൊമെൻറ്റത്തിലെത്തി അതിൻ്റെ സ്പീഡും ഹൈറ്റുമൊക്കെ ഒരു നിലയിലെത്തുമ്പോഴാണ് അതിൻ്റെ ഫ്ലാപ്സ് റിട്രാക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ റിട്രാക്റ്റ് ചെയ്യിക്കേണ്ടത്. ഫ്ലാപ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ചിറകുകളിലുള്ള സംവിധാനമാണ്. അതുപയോഗിച്ചാണ് ഇതിങ്ങനെ മുകളിലേക്ക് ഉയരുന്നതും അതിൻ്റെ മൊമെൻറ്റം അച്ചീവ് ചെയ്യുന്നതുമൊക്കെ. ആ ഫ്ലാപ്സ് റിട്രാക്റ്റ് ചെയ്യുമ്പോഴേക്കും വിമാനം കൃത്യമായ ഒരു ഹൈറ്റ് ക്ലിയർ ചെയ്തിരിക്കണം, വേഗതയും അച്ചീവ് ചെയ്തിരിക്കണം. അങ്ങനെ അച്ചീവ് ചെയ്തെങ്കിൽ മാത്രമേ അത് റിട്രാക്റ്റ് ചെയ്യാവൂ. ആ റിട്രാക്ഷൻ പ്രോപ്പറായി നടന്നില്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ചെറിയ ഹൈറ്റ് ക്ലിയർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ ആ റിട്രാക്ഷൻ അവിടെ വെച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ വിമാനം നേരെ പിന്നീട് താഴേക്കങ്ങ് പതിക്കുകയായിരിക്കും. അങ്ങനെ പതിക്കുമ്പോൾ അതിന് റെസ്പോണ്ട് ചെയ്യാൻ ന്യായമായും കുറച്ച് സമയം വേണ്ടി വരും. ഈ പ്രശ്നം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് റെസ്പോണ്ട് ചെയ്യാനുള്ള സാവകാശം ക്യാപ്റ്റന് കിട്ടിയില്ലെങ്കിൽ, പൈലറ്റിന് കിട്ടിയില്ലെങ്കിൽ പിന്നീട് നിയന്ത്രണം വിട്ട് അതെവിടെയെങ്കിലും പതിക്കുക തന്നെ ചെയ്യും. ഈ വീഴുന്ന വിമാനത്തിൻ്റെ ദൃശ്യങ്ങൾ വീക്ഷിച്ച ചിലരൊക്കെ അഭിപ്രായപ്പെടുന്നത് പ്രാഥമികമായി അവരുടെ ചില അഭിപ്രായങ്ങൾ മാത്രമാണ്. അവരഭിപ്രായപ്പെടുന്നത് ഈ ചിത്രം കാണുമ്പോൾ ഈ പറയുന്ന ലാൻഡിംഗ് ഗിയർ റിട്രീവ് ചെയ്തതായി കാണുന്നില്ല. എന്ന് പറഞ്ഞാൽ ലാൻഡിംഗ് ഗിയർ അതിൻ്റെ ഒറിജിനൽ പൊസിഷനിൽ തന്നെ താഴേക്ക് ഇരിപ്പുണ്ട്. അതിന് പകരം ഒരുപക്ഷെ ഈ ഫ്ലാപ്സ് റിട്രീവ് ചെയ്തിട്ടുണ്ടാവും എന്ന് പറയുന്ന ഒരു സംശയമാണ് അവരിൽ പലർക്കും ഉള്ളത്. അങ്ങനെ ഫ്ലാപ്പ് റിട്രീവ് ചെയ്താൽ പിന്നീട് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ വിമാനം അങ്ങ് നിലംപതിക്കലാവും സംഭവിക്കുക. അതല്ലെങ്കിൽ ഇത്രയും ഹൈറ്റിൽ ഉയരുമ്പോൾ തന്നെ 2 എഞ്ചിനിലും ഈ പറയുന്ന പക്ഷി ഇടിക്കുക എന്ന് പറയുന്ന വളരെ അത്യാപൂർവമായ സംഗതി സംഭവിച്ചിരിക്കണം. ആ സാഹചര്യം കൊണ്ടായിരിക്കണം ക്യാപ്റ്റൻ വളരെ അടിയന്തര സാഹചര്യങ്ങളിൽ മെയ് ഡേ എന്ന് പറയുന്ന മെസ്സേജ് നൽകുന്നത്. അതായത് ഞങ്ങളെ സഹായിക്കൂ എന്ന് പറയുന്ന അവസാനമായ ഒരു കേണപേക്ഷ പോലെ ഈ സംഗതി നൽകുന്നത്. ഏതായാലും ആ ദുരന്തത്തിൻ്റെ ഒരു പ്രാഥമിക കാരണങ്ങളായി വിലയിരുത്തുന്നത് ഇത് രണ്ടുമാണ്.